ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ കോഴിക്കോട്ടെ ഇംഹാൻസ് യാഥാർത്ഥ്യമാകുന്നതോടെ മാനസികാരോഗ്യ രംഗത്ത് പുതിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. ഇംഹാൻസിന്റെ പ്രവർത്തനം മികവുറ്റതാക്കാൻ മുഖ്യമന്ത്രിയുടെ വാഗ്ദാനങ്ങൾ കൂടിയായപ്പോൾ മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് അത് ഒരു സാന്ത്വനം കൂടിയാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇംഹാൻസിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് അതിന്റേതായ പ്രാധാന്യം കൊടുക്കുന്നതാണ് സർക്കാരിന്റെ സമീപനമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ. മഹാശിവരാത്രി, ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്, പ്രത്യേക പൂജകളും സാംസ്കാരിക പരിപാടികളും. വാർത്തകൾ വിശദമായി. ഇംഹാൻസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാകുന്നതിൽ സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇംഹാൻസിനു വേണ്ടി 12 കോടി രൂപ ചെലവിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ആരോഗ്യമന്ത്രി VS ശിവകുമാർ അധ്യക്ഷനായിരുന്നു. ഇംഹാൻസിന് വേണ്ടി 12 കോടി രൂപ ചിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ഇംഹാൻസിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടത്തുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുമെന്നും സ്റ്റാഫ് തസ്തികകളിലെ കുറവും ഗ്രാന്റ് അനുവദിക്കുന്ന കാര്യത്തിലും അടിയന്തരമായി പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യ രംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ പ്രശ്നമാണ്. ഇന്ന് ലോകത്ത് എവിടെയും കിട്ടുന്ന ചികിത്സ ഇവിടെ കിട്ടുമെങ്കിലും അത് എല്ലാവർക്കും കിട്ടുന്നില്ല, കിട്ടേണ്ട വിധത്തിൽ കാര്യക്ഷമമായി കിട്ടുന്നില്ല. അത് ലഭ്യമാക്കുക എന്നുള്ള ഒരു വലിയ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും കൂടി കൂട്ടായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചടങ്ങിന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. മന്ത്രി ഡോക്ടർ MK മുനീർ മാനസികാരോഗ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രദീപ് കുമാർ MLA ഇംഹാൻസ് നാൾവഴികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. മുഖ്യാതിഥിയായി മേയർ AK പ്രേമജവും മുഖ്യപ്രഭാഷകനായി MK രാഘവൻ MP-യും സംബന്ധിച്ചു. ഇംഹാൻസ് ഡയറക്ടർ ഡോക്ടർ P കൃഷ്ണകുമാർ, MLA-മാരായ എളമരം കരീം, AK ശശീന്ദ്രൻ, PTA റഹീം, പുരുഷൻ കടലുണ്ടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, ജില്ലാ കളക്ടർ CA ലത, കൌൺസിലർ EM സോമൻ, P മോഹനൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾക്കും അതിന്റേതായുള്ള പ്രാധാന്യം കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ സമീപനമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ. കോഴിക്കോട് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ ഈ വർഷം PG കോഴ്സുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നിർമ്മിച്ച ഗവേഷണ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ഗവേഷണ ലാബിന്റെ ഉദ്ഘാടനമാണ് ആരോഗ്യ ദേവസ്വം മന്ത്രി VS ശിവകുമാർ നിർവഹിച്ചത്. പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് അതിന്റേതായുള്ള പ്രാധാന്യം കൊടുക്കുകയാണ് സർക്കാരിന്റെ സമീപനമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് 46 പുതിയ ഹോമിയോ ഡിസ്പെൻസറികൾ ഉടൻ ആരംഭിക്കും. ഇതുകൂടാതെ 68 എണ്ണം കൂടി സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ ഈ വർഷം PG കോഴ്സുകൾ ആരംഭിക്കും. ഹോമിയോ വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് ഏകീകരിക്കും. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക് ഉടൻ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതുകൂടെ ഈ വർഷം തന്നെ നമുക്ക് PG കോഴ്സുകൾ ആരംഭിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. നടന്നു വരുന്ന PG കോഴ്സുകൾ ഈ വർഷം തന്നെ നമുക്ക് ആരംഭിക്കുവാൻ വേണ്ടിയുള്ള അതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അത് ഈ വർഷം തന്നെ നമുക്ക് അതിന്റെ വേണ്ട സൗകര്യങ്ങൾ നമുക്ക്. പ്രദീപ് കുമാർ MLA ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ OP കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു.
ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ പി ടി അബ്ദുൽ ലത്തീഫ്, പ്രിൻസിപ്പൽ സി ടി അനിലകുമാരി, നിഷ പോൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമായ ശിവരാത്രി ഹൈന്ദവ വിശ്വാസികൾ ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ദിനത്തിൽ വിവിധ പരിപാടികൾ നടന്നു. പാലാഴി മഥനം നടത്തുമ്പോൾ ഉണ്ടായ കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി ശ്രീ മഹാദേവൻ പാനം ചെയ്തു. ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കാൻ ഏവരും ഉറങ്ങാതെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പരമശിവൻ വിഷം പാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ഈ ദിവസം വ്രതമനുഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ചത് ഭഗവാൻ തന്നെയാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവഭക്തിക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത്. കൂവളത്തിന്റെ ഇലകൾ ശിവന് അർപ്പിക്കുന്നതും ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളയ്ക്കുന്നതുമൊക്കെയാണ് ഈ ദിനത്തിന്റെ പ്രധാന ആചാരങ്ങൾ. ശിവലിംഗത്തെ പാലും തേനും കൊണ്ട് അഭിഷേകം ചെയ്ത് അവയെ ആരാധിക്കുന്ന പതിവുമുണ്ട്. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ശിവക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികൾ നടത്തി. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, ബേപ്പൂർ ശിവക്ഷേത്രം, കൽക്കുന്നത്ത് ശിവക്ഷേത്രം, തളി മഹാദേവ ക്ഷേത്രം, ഇരുവള്ളൂർ ശിവക്ഷേത്രം, പാലത്ത് ശിവവിഷ്ണു ക്ഷേത്രം, ഒല്ലൂർ ശിവക്ഷേത്രം, ബിലാത്തിക്കുളം ശിവക്ഷേത്രം, ഗോവിന്ദപുരം ഋഷിപുരം ശിവക്ഷേത്രം, കോവൂർ പുളിയാങ്കിൽ പേരാളൻകാവ്, അമ്പലക്കോത്ത് കണിയാത്ത് ശിവക്ഷേത്രം, കിനാശ്ശേരി ശിവക്ഷേത്രം, വേങ്ങേരി ശിവങ്കൽ ക്ഷേത്രം, മാവൂർ കൽപ്പള്ളി ശിവക്ഷേത്രം, കോലെടുത്ത് കുരുവേറ്റിന തലച്ചുല്ലൻ ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നിരവധി ഭക്തജനങ്ങൾ എത്തി. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആരോഗ്യമേഖലയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആശുപത്രികളിൽ പുതിയ വികസന പദ്ധതികൾ തയ്യാറാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വി.എസ്. ശിവകുമാർ. ആശുപത്രികളെ മികവിന്റെ കേന്ദ്രമാക്കാനുള്ള ക്യാഷ് പദ്ധതിക്ക് രൂപം കൊടുത്തതായും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിക്ക് ലഭിച്ച അംഗീകാരപത്രം ഏറ്റുവാങ്ങലും ന്യൂബോൺ കെയർ യൂണിറ്റ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്ന നമുക്കൊന്നായിട്ട് ഇവിടെ പൂവാണിഞ്ഞത്. കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിക്ക് ദേശീയ അംഗീകാരം ലഭിച്ചു. ഇതുവഴി ആരോഗ്യ സേവന രംഗത്തെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് ഈ സ്ഥാപനം മാതൃകയാവുകയാണ്. ക്വാളിറ്റി കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ NABH അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്ന ചടങ്ങും നവീകരിച്ച സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റ് ഉദ്ഘാടനവും ആരോഗ്യവകുപ്പ് മന്ത്രി വി.എസ്. ശിവകുമാർ നിർവഹിച്ചു. ആരോഗ്യമേഖലയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആശുപത്രികളിൽ പുതിയ വികസന പദ്ധതികൾ തയ്യാറാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ 750 ബെഡുകളുള്ള ബഹുനില കെട്ടിടം പണിയാൻ സർക്കാർ തയ്യാറാണ്. അതിനുള്ള പ്രൊജക്ട് സമർപ്പിക്കണം. ആശുപത്രികളെ മികവിന്റെ കേന്ദ്രമാക്കാനുള്ള ക്യാഷ് പദ്ധതിക്ക് രൂപം കൊടുത്തതായും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഈ ആശുപത്രിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെന്റ് ഒരു 750 ബെഡാണെന്നുള്ളത് പ്രോജക്ട് റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കി തരിക. MLA ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാക്കി തരണം. പിന്നെ ബഹുമാന്യായ മേയറുണ്ട്, അവരെല്ലാവരും കൂടി ആലോചിച്ച് ഇതിനെക്കുറിച്ച് തയ്യാറാക്കി തന്നാൽ MLA ഫണ്ട് അദ്ദേഹം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 2.5 കോടിയോളം രൂപ തന്നാൽ ബാക്കി നമുക്ക്. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ M.K. മുനീർ അധ്യക്ഷനായിരുന്നു. മേയർ A.K. പ്രേമജം, കളക്ടർ C.A. ലത, M.K. രാഘവൻ MP, A. പ്രദീപ് കുമാർ MLA, A.M. മുഹമ്മദ് ഇല്യാസ്, കിഷൻ ചന്ദ്, K. മൊയ്തീൻ കോയ, P.K. മോഹനൻ, ഡോക്ടർ ബാബുരാജ്, ഡോക്ടർ സന്ദീപ്, ഉമ്മർ പാണ്ഡികശാല, I.V. ശശാങ്കൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമായി പ്രത്യേക പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരികയാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി P.K. അബ്ദുറബ്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുസ്ലിം വിഭാഗങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയായ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതിയുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി P.K. അബ്ദുറബ് ഉദ്ഘാടനം ചെയ്തു. പല മേഖലകളിലും ന്യൂനപക്ഷത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ പല കാരണങ്ങളാലും ലഭ്യമാകുന്നില്ലെന്ന് അബ്ദുറബ് പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിലും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമായി പ്രത്യേക പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെയും അതുപോലെ നമ്മുടെ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഒക്കെ പിൻബലത്തിൽ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളുമെല്ലാം ഒരു പരിധിയോളം നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പല മേഖലകളിലും പൂർണ്ണമായി അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും ലഭ്യമാകുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. വിദ്യാഭ്യാസ പ്രവർത്തനത്തിനുള്ള അർജുൻ സിംഗ് അവാർഡ് T.K. പരീക്കുട്ടി ഹാജിക്ക് മന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. ലിഡ ജേക്കബ് IAS ക്യാഷ് അവാർഡ് സമ്മാനിച്ചു.
പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജുമൈലൈലി, കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, PEC മെമ്പർ PP ഇസ്മായിൽ, മൈനോറിറ്റി സെൽ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി, മുസ്തഫ മുണ്ടുവാറ, നിസാർ ഒളവണ്ണ, നടുക്കണ്ടി അബൂബക്കർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂടി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mine Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. മാതാ അമൃതാനന്ദമയിക്കെതിരെയും മഠത്തിനെതിരെയും വരുന്ന പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാരോപിച്ച് അമൃത ഭക്തജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂട്ട ഉപവാസ യജ്ഞം സംഘടിപ്പിച്ചു. കോഴിക്കോട് നടന്ന പരിപാടി TV അവതാരകൻ രാഹുൽ ഈശ്വർ ഉദ്ഘാടനം ചെയ്തു. ഗെയിൽ ട്രെഡ്വെയിൽ 2013 എഴുതിയ വിശുദ്ധ നരകം, വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ശുദ്ധഭ്രാന്തിന്റെയും ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ വന്ന പരാമർശങ്ങൾക്കും മറ്റുമെതിരെയാണ് അമൃത ഭക്തജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉപവാസ യജ്ഞം സംഘടിപ്പിച്ചത്. കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ നടന്ന ഉപവാസ യജ്ഞം ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ ഉദ്ഘാടനം ചെയ്തു. ഹൈന്ദവനും ഹിന്ദുസ്ഥാനിയും മറന്നുപോയത് സംഘടിതമായി ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ആവശ്യമാണ്. അങ്ങനെ ഒരുമിച്ച് നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള വിദേശ ഫണ്ട് മേടിക്കുന്ന, കൃത്യമായി വിദേശ അജണ്ടകൾ നടപ്പാക്കുന്ന ശക്തികളെ എക്സ്പോസ് ചെയ്യാനും സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാനും ചെറുത്ത് തോൽപ്പിക്കാനും കഴിയണം. ആ രീതിയിൽ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയട്ടെ എന്ന് അതിന് അമ്മയുടെയും നമ്മുടെ എല്ലാ ആത്മീയ നേതാക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് RSS പ്രാന്തകാര്യവാഹക് P ഗോപാലൻകുട്ടി അധ്യക്ഷം വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, BHP ജില്ലാ സെക്രട്ടറി KP ശ്രീകുമാർ, RSS കാര്യവാഹക് KP രാധാകൃഷ്ണൻ, NP ബാലൻ, വിദ്യാസാഗർ, ശശികല ടീച്ചർ എന്നിവർ സംബന്ധിച്ചു. സാമൂഹ്യ തിന്മകൾക്കെതിരെ യുവത നിശബ്ദരാകരുത് എന്ന സന്ദേശമുയർത്തി ISM സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നടന്ന സമ്മേളനം P മുഹമ്മദ് കുട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ തിന്മകൾക്കെതിരെ യുവത നിശബ്ദരാകരുത് എന്ന സന്ദേശമുയർത്തി ISM സംസ്ഥാന കമ്മിറ്റി പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നടന്ന സമ്മേളനം P മുഹമ്മദ് കുട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ISM കേരള പ്രസിഡന്റ് UP യഹ്യ ഖാൻ അധ്യക്ഷനായിരുന്നു. KNM കേരള ട്രഷറർ M സലാഹുദ്ദീൻ മദനി, MSM കേരള സെക്രട്ടറി P ഹാഫിദ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി ഇസ്മായിൽ കരിയാട്ട്, നൌഷാദ് കുറ്റ്യാടി, വീരപ്പു അൻസാരി തുടങ്ങിയവർ സംബന്ധിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എന്നാണ്. കഴിഞ്ഞ 10-12 വർഷമായി ഒരു ദശകത്തിന്റെ അപ്പുറത്തേക്കുള്ള കാഴ്ച നാം പരിശോധിക്കുമ്പോൾ വളരെ തൊട്ടുകൂടായ്മയോടുകൂടെ, തീണ്ടിക്കൂടായ്മയോട്, വിവേചനത്തോടുകൂടെ നമ്മോട് പെരുമാറിയുന്ന ഒട്ടുമിക്ക സംഘടനകളും കേരളക്കരയിലെ സാംസ്കാരിക പ്രതിനിധികളും മീഡിയകളുമൊക്കെ ഇന്ന് അംഗീകരിക്കുന്ന വസ്തുത ഇസ്ലാഹി പ്രസ്ഥാനം. അറബിക്കടലോരത്ത് സംഗമിച്ച ജനസാഗരത്തിന്റെ ആവേശച്ചൂടിൽ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിച്ച കേരള രക്ഷാമാർച്ചിന് ഉജ്ജ്വല സമാപനം. സമാപന സമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. സമര സംഗമങ്ങളേറെ പിറന്ന കടലോരത്ത് ചെങ്കടലിരമ്പിച്ച് കേരള രക്ഷാമാർച്ചിന് സമാപനം. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വയലാറിൽ നിന്നും ആരംഭിച്ച മാർച്ച് 26 ദിവസത്തെ പ്രയാണം പൂർത്തിയാക്കുന്നതിന് സാക്ഷിയാവാൻ കോഴിക്കോട് കടപ്പുറത്തേക്ക് സ്ത്രീകളും കുട്ടികളുമടക്കം ജനം മുഴുകിയെത്തി. വെടിക്കെട്ടും ബാൻഡ് വാദ്യവും വിപ്ലവ ഗീതങ്ങളും സമാപനത്തിന് കൊഴുപ്പേകി. മതനിരപേക്ഷ ഇന്ത്യ, വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയ മാർച്ച് ഇടത് സംഘാടക മികവിനും അച്ചടക്കത്തിനും ഒരിക്കൽ കൂടി തെളിവായി.
ബുധനാഴ്ച രാവിലെ കൊയിലാണ്ടിൽ നിന്നും തുടങ്ങി ബാലുശ്ശേരി, കൊടുവള്ളി, കാക്കൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം കഴിഞ്ഞെത്തിയ മാർച്ചിനെ കക്കോടി പാലത്തിന് സമീപത്തു നിന്ന് നഗരത്തിലേക്ക് ആനയിച്ചു. വൈകിട്ട് 6:30 തുറന്ന ജീപ്പിൽ പ്രകാശ് കാരട്ടും പിണറായി വിജയനും സമ്മേളന വേദിക്കെത്തിയത്. പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെയും വർഗ ബഹുജന സംഘടനകളുടെയും ജാഥകളും കലാപ്രകടനങ്ങളും നഗരവീഥി ചുവപ്പിൽ മുക്കി. കോഴിക്കോട് നോർത്ത്, സൗത്ത്, കുന്നമംഗലം, ബേപ്പൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലുള്ളവരാണ് നഗരത്തിൽ സ്വീകരണത്തിനെത്തിയത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിയുമെന്ന് CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരട്ട് പറഞ്ഞു. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് കോൺഗ്രസ് എന്നും BJPയെയും കോൺഗ്രസിനെയും ചെറുക്കാൻ 11 കക്ഷികളുടെ മതേതര മുന്നണിക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള രക്ഷാ മാർച്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The CPIM, the left and the Left-wing Democratic Front LDF in Kerala, which will be part of this new alternative, which will emerge, which will fight both the Congress and the BJP and be able to present a new secular democratic alternative in the country. കള്ളപ്പണക്കാരുടെ കയ്യിൽ നിന്ന് പണം പറ്റി കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ CPMനെ താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നിഷ്പക്ഷതയില്ല. അവർ ചില കള്ളപ്പണക്കാരുടെ കൈകളിൽ നിന്ന് പണം പറ്റി CPMനെ തകർക്കാൻ പേടി ന്യൂസുകൾ നൽകുകയാണെന്ന് സ്വീകരണത്തിന് മറുപടിയായി പിണറായി വിജയൻ പറഞ്ഞു. ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഈ ചില ദൃശ്യമാധ്യമങ്ങൾ മാത്രമല്ല മറ്റു മാധ്യമങ്ങളുണ്ട്, വൻകിട മാധ്യമങ്ങളടക്കം വരുന്നുണ്ട്. അവര് നേരത്തെ നമ്മൾ പെയ്ഡ് ന്യൂസിനെ പറ്റി കേട്ടിരുന്നല്ലോ, അത് പുതിയ രീതിയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജാഥാംഗങ്ങളായ A വിജയരാഘവൻ, EP ജയരാജൻ, PK ശ്രീമതി, AK ബാലൻ, MV ഗോവിന്ദൻ, എളമരം കരീം, ബേബി ജോൺ എന്നിവർക്കും സ്വീകരണം നൽകി. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്, KK ശൈലജ, പാലോളി മുഹമ്മദ് കുട്ടി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം BB ദക്ഷിണാമൂർത്തി, സംസ്ഥാന കമ്മിറ്റി അംഗം TK ഹംസ, MLA മാരായ A പ്രദീപ് കുമാർ, KK ലതിക, പുരുഷൻ കടലുണ്ടി, PT റഹീം, കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്, LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, മേയർ AK പ്രേമജം, P മോഹനൻ, KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ, M ഭാസ്കരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാവോയിസ്റ്റ് നീക്കങ്ങളെക്കുറിച്ച് അറിയാൻ ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ. കോഴിക്കോട് ജില്ലയിലെ BSF പരിശീലന കേന്ദ്രം നാദാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാദാപുരം അരീക്കരക്കുന്നിൽ പ്രവർത്തനം തുടങ്ങിയ അതിർത്തി രക്ഷാസേനയുടെ റിസർവ് ബറ്റാലിയൻ വികസിപ്പിക്കുന്നതിന് 50 കോടിയുടെ സഹായം നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ പറഞ്ഞു. BSF കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദേശത്ത് ഒരു കേന്ദ്രീയ വിദ്യാലയം തുടങ്ങും. മിലിറ്ററി ആശുപത്രി, ക്യാന്റീൻ തുടങ്ങിയ സൗകര്യങ്ങളും ലഭ്യമാക്കും. തദ്ദേശീയരായ വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത സൈനിക പരിശീലനം നൽകും. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ സൈനിക ക്ഷേമ കേന്ദ്രമായും അരീക്കരക്കുന്ന് കേന്ദ്രം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. മലയാളി സൈനികർക്കാണ് കേന്ദ്രം വഴി കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതെന്ന് മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 6500 പേരാണ് സേനയിലുള്ളത്. ഇവർക്ക് സംസ്ഥാനത്തിനകത്ത് തന്നെ ജോലി ചെയ്യാൻ സാഹചര്യമുണ്ടാവുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. BSF സ്പെഷ്യൽ DG രവീന്ദ്രകുമാർ പാണ്ഡെ, EK വിജയൻ MLA, ചെക്കേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആമിന എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ 3ാമത്തെ BSF കേന്ദ്രമാണ് അരീക്കരക്കുന്നിലേത്. കൊയിലാണ്ടി കീഴരിയൂരിൽ അർദ്ധരാത്രിയിൽ വീടിനു നേരെ ബോംബാക്രമണം. കീഴരിയൂർ കൂത്തുളി ശ്രീനിവാസിന്റെ വീടിനു നേരെയാണ് ചൊവ്വാഴ്ച അർദ്ധരാത്രി ആക്രമണമുണ്ടായത്. കീഴരിയൂരിലെ ഊത്തുളി ശ്രീനിവാസിന്റെ വീടിന് നേരെയാണ് രാത്രി 1 മണിയോടെ 2 ബോംബുകൾ എറിഞ്ഞത്. വീടിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകളും ടൈലുകളും തകർന്നു. ബൈക്കിലെത്തിയ സംഘമാണ് ബോംബെറിഞ്ഞതെന്ന് പോലീസ് സംശയിക്കുന്നു. കൊയിലാണ്ടി സാമൂഹിക ക്ഷേമ വകുപ്പിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരുന്ന ശ്രീനിവാസൻ പുതിയ വീട് പണിത് താമസം തുടങ്ങിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. വീട്ടിൽ ഭാര്യ വിനിതയും മക്കളായ അഭിനവും ആദിത്യയും അമ്മ കല്യാണിയും ഉണ്ടായിരുന്നു. കൊയിലാണ്ടി സർക്കിൾ ഇൻസ്പെക്ടർ ഹരിദാസനും SI AB രാജേഷും സംഭവസ്ഥലത്തെത്തി കേസെടുത്തു. ഫോറൻസിക് വിദഗ്ധരും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ഇവിടെ സമാധാന ജീവിതം തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണം എന്നാണ് നമ്മളുടെ ആവശ്യം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ അനിഷ്ട സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇതൊക്കെ സംബന്ധിച്ച് ഒരു അന്വേഷണം കാര്യമായി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകണം. വാർത്തകളിൽ മറ്റൊരിടവേള.
handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ. രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ എ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ. ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ദേശീയ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ നടുക്കണ്ടി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ മുസ്ലിം വിഭാഗങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയായ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതിയുടെ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചു. സമ്മേളനത്തിന്റെ മുന്നോടിയായി നടന്ന ദേശീയ വിദ്യാഭ്യാസ സെമിനാർ പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണത്തിനെതിരെ ശക്തമായ ഇടപെടൽ ആവശ്യമാണെന്ന് സെമിനാർ ചൂണ്ടിക്കാട്ടി. കരിക്കുലം വർഗീയവൽക്കരിക്കാൻ ശക്തമായ ശ്രമം നടക്കുന്നു. ഇത് മതേതരത്വത്തിന് ഭീഷണിയാണ്. മതേതര വോട്ടുകൾ ഭിന്നിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തടയണമെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു. കേവലം രാഷ്ട്രീയവും വ്യക്തിപരവുമായ നേട്ടം മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം. രാജ്യത്തെ ഏറ്റവും വലിയ മതേതര കക്ഷിയായ കോൺഗ്രസിനെ തകർക്കാനുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ട് ഫാസിസ്റ്റ് ശക്തികൾക്ക് തുണയാകുമെന്നും സെമിനാർ വ്യക്തമാക്കി. സ്വാഗത സംഘം ചെയർമാൻ നടുക്കണ്ടി അബൂബക്കർ അധ്യക്ഷം വഹിച്ചു. സമിതി സംസ്ഥാന സെക്രട്ടറി നിസാർ ഒളവണ്ണ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എം വീരാൻകുട്ടി, ലക്ഷദ്വീപ് വഖഫ് ബോർഡ് ചെയർമാൻ UCK തങ്ങൾ, മിഷേൽ മുറേ, മസൂദ് ആലം ഖാൻ, മൌലാന അബ്ദുള്ള സുബൈർ മുഹമ്മദ്, മൌലവി ഹാഫിൾ മുഹമ്മദ് ഹുസൈൻ, സലാം പറവണ്ണ എന്നിവർ സംബന്ധിച്ചു. കേരള ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച PM നാരായണന്റെ കവിതാ സമാഹാരം വാക്കിന്റെ കരങ്ങൾ പ്രകാശനം ചെയ്തു. കോഴിക്കോട് അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ MGS നാരായണൻ പ്രകാശനം ചെയ്തു. അക്രമത്തിന്റെ കാര്യത്തിൽ മനുഷ്യരെക്കാൾ എത്രയോ നല്ലത് വന്യമൃഗങ്ങളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അക്രമത്തിന്റെ കാര്യത്തിൽ മനുഷ്യരെക്കാൾ എത്രയോ നല്ലത് വന്യമൃഗങ്ങളാണെന്ന് ഡോക്ടർ MGS നാരായണൻ അഭിപ്രായപ്പെട്ടു. കേരള ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച PM നാരായണന്റെ കവിതാ സമാഹാരം വാക്കിന്റെ കരകൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃഗങ്ങളെ ഉപദ്രവിച്ചാലേ അവ ഉപദ്രവിക്കുകയുള്ളൂ. അത് ഭയത്തിൽ നിന്നുള്ള ആക്രമണമാണ്. മനുഷ്യരെ പോലെ പകവച്ച് പതിയിരുന്ന് ആക്രമിക്കുന്ന സ്വഭാവം മൃഗങ്ങൾക്കില്ലെന്നും MGS വിശദീകരിച്ചു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ കവി MN പാലൂർ പുസ്തകം സ്വീകരിച്ചു. PP ശ്രീധരനുണ്ണി അധ്യക്ഷം വഹിച്ചു. ശ്രീശൈലൻ ഉണ്ണികൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ KV തോമസ്, ഡോക്ടർ ആർസു, VT ജയദേവൻ, PL ശ്രീധരൻ, കാസിം വാടാനപ്പള്ളി, KS വെങ്കിടാചലം, PM നാരായണൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യ എല്ലാവർക്കും ഇടമുള്ള രാജ്യമാണെന്നും മാതൃരാജ്യത്തിന്റെ കെട്ടുറപ്പ് എന്നതാണ് നമുക്ക് മുന്നിലുള്ള വെല്ലുവിളിയെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി E അഹമ്മദ്. ഫാറൂഖ് കോളേജ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്റ്റുഡൻസ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ എല്ലാവർക്കും ഇടമുള്ള രാജ്യമാണെന്നും മാതൃരാജ്യത്തിന്റെ കെട്ടുറപ്പ് കാക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള വെല്ലുവിളിയെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി E അഹമ്മദ് പറഞ്ഞു. നശിക്കുന്ന ഇന്ത്യക്ക് പകരം ജീവിക്കുന്ന ഇന്ത്യയാണ് നമുക്ക് വേണ്ടത്. അതിൽ എല്ലാവർക്കും തന്റേതായ ഇടമുണ്ടായിരിക്കണം. ഫാറൂഖ് കോളേജ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്റ്റുഡൻസ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം TK ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ചെയർമാൻ KV മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. KP അഷ്റഫ് അലി, A ഷിയാലി, EP ഇമ്പിച്ചുകോയ, ഡോക്ടർ AK റഹീം, അസ്ലം അമീൻ, സുബൈദ മോൾ എന്നിവർ സംബന്ധിച്ചു. ഉത്സവ വാർത്തകൾ. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന തെപ്പോത്സവം ഭക്തിസാന്ദ്രമായി. പ്രത്യേകം സജ്ജമാക്കിയ തെപ്പരഥത്തിൽ സുബ്രഹ്മണ്യന്റെയും ശ്രീകണ്ഠേശ്വരന്റെയും പാർവതിയുടെയും തിടമ്പുകൾ ക്ഷേത്രകുളത്തിൽ പ്രദർശനം നടത്തി. വൈകിട്ട് ക്ഷേത്രനടയിൽ നടന്ന പാണക്കുട കൈമാറ്റത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെയും വാദ്യമേളങ്ങളോടെയും ക്ഷേത്ര പ്രദർശനം വെച്ച ശേഷമാണ് തിടമ്പുകൾ ക്ഷേത്രകുളത്തിൽ സജ്ജമാക്കിയ തെപ്പരഥത്തിലേക്ക് കൊണ്ടുവന്നത്. തെപ്പോത്സവത്തിന് ശേഷം ക്ഷേത്രത്തിൽ 101 വാദ്യകലാകാരന്മാരുടെ മഹാചണ്ഡമേളവും ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പും നടന്നു. TKR കാർത്തികേയനും സംഘവും അവതരിപ്പിച്ച നാദസ്വര കച്ചേരിയും പകൽപൂരവും അരങ്ങേറി. ക്ഷേത്രകുളത്തിന്റെ മധ്യത്തിലുള്ള മണ്ഡപത്തിൽ നടന്ന അഭിഷേകവും പൂജാതി കർമ്മങ്ങളും കാണാൻ ക്ഷേത്രകുളത്തിന് ചുറ്റും നൂറുകണക്കിന് ഭക്തന്മാർ ഉണ്ടായിരുന്നു. ക്ഷേത്ര മേൽശാന്തി PP പീതാംബരൻ ശാന്തിയുടെയും നിയുക്ത മേൽശാന്തി ശിബുശാന്തിയുടെയും കാർമ്മികത്വത്തിൽ നടന്ന പൂജാതി കർമ്മങ്ങൾക്ക് ശേഷമായിരുന്നു തെപ്പോത്സവം അരങ്ങേറിയത്. ക്ഷേത്രയോഗം ഭാരവാഹികളായ KT ജനാർദ്ദനൻ, IP പുഷ്പരാജ്, സുരേഷ് ബാബു എടക്കോത്ത്, അനിരുദ്ധൻ എഴുത്തുവള്ളി,
പൊറോളി സുന്ദർദാസ്, പ്രസന്നകുമാർ തറമ്മൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെപ്പോത്സവം നടന്നത്. പതിവ് പൂജാദികൾക്ക് പുറമെ രാവിലെ 10:30 ആനയൂട്ടും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. ബേപ്പൂർ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടി. ക്ഷേത്രതന്ത്രി എടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് മഹോത്സവാഘോഷം നടന്നത്. കാലത്ത് നാമജപത്തോടു കൂടിയ നഗരപ്രദക്ഷിണത്തോടെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് കൊടിയേറ്റം, ക്ഷേത്രതന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, ഇളനീർ അഭിഷേകം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി തുടങ്ങിയവ നടന്നു. ശേഷം കോഴിക്കോട് ആദിശങ്കരാഞ്ജന ക്ഷേത്രം അധ്യക്ഷൻ വിദ്യാസാഗർ ക്ഷേത്രാചാരവും ശിവരാത്രി മഹാത്മ്യവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ക്ഷേത്ര സംഗീത വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചന, നാമജപത്തോടു കൂടിയ സമൂഹാരാധന, ദീപാരാധന എന്നിവയും നടന്നു. ബേപ്പൂർ ശിവക്ഷേത്ര ഭജന സമിതിയുടെ ഭജന, നൃത്താർച്ചന, ബേപ്പൂർ കലാഗ്രാമത്തിന്റെ നേതൃത്വത്തിൽ വാമൊഴിത്താളം, നാടൻപാട്ട് ആവിഷ്കാരം എന്നിവയും തുടർന്ന് കരിമരുന്ന് പ്രയോഗവും നടന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ചെറുകിട മരാധിഷ്ഠിത മേഖലകളിൽ പണിയെടുക്കുന്നവരുടെയും പണിയെടുപ്പിക്കുന്നവരുടെയും സംഘടനയായ വുഡ്ക്രാഫ്റ്റ് ഓണേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഓഫ് കേരളയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനം 1-3-2014 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കൊടുവള്ളിയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കും. സംസ്ഥാന പ്രസിഡന്റ് പന്നൂർ ബാലകൃഷ്ണൻ പതാക ഉയർത്തും. ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി പുത്തൂർമഠത്തിന്റെ അധ്യക്ഷതയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയിലാദ്യമായി നാടകങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ സബ്സിഡിയും എല്ലാ കലാകാരന്മാർക്കും വർഷം 1 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായവും നൽകുന്നതായി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു. രോഗാവസ്ഥയിൽ ആഴ്ചയിൽ 1000 രൂപയുടെ ഇടക്കാല ആശ്വാസവും 2 ലക്ഷം രൂപയുടെ മരണാനന്തര ഇൻഷുറൻസും ഏർപ്പെടുത്തിയ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി മലബാർ മേഖലയിലെ കൂടുതൽ കേന്ദ്രങ്ങളിൽ നിന്നും അക്കാദമിയുടെ പ്രതിമാസ പരിപാടികൾ അവതരിപ്പിക്കുവാൻ അപേക്ഷകൾ ക്ഷണിക്കുന്നതായും സൂര്യ കൃഷ്ണമൂർത്തി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് കേന്ദ്രമാക്കി അറബിക് മ്യൂസിക് അക്കാദമി പ്രവർത്തനം ആരംഭിക്കുന്നു. അക്കാദമിയുടെ ഉദ്ഘാടനം മാർച്ച് 2-ാം തീയതി കാലിക്കറ്റ് ടവറിൽ വെച്ച് നടക്കും. ജാതി മതഭേദമന്യേ ഏവർക്കും അറബി ഭാഷ പഠിക്കുവാനും അറബി സംഗീതത്തിൽ കഴിവുള്ള പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നതാണ് അക്കാദമിയുടെ മുഖ്യ ലക്ഷ്യം. നാടക, സിനിമ, സംഗീത രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്ന ആഹ്വാൻ സെബാസ്റ്റ്യന്റെ 3-ാം ചരമവാർഷികം വിവിധ പരിപാടികളോടുകൂടി മാർച്ച് 2-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് വെച്ച് നടക്കും. കോഴിക്കോട് ടൗൺ ഹാളിൽ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെയും ആഹ്വാൻ സെബാസ്റ്റ്യൻ അനുസ്മരണ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ആഹ്വാൻ സെബാസ്റ്റ്യൻ സ്മാരക പുരസ്കാരം പ്രദീപ് കുമാർ MLA പ്രശസ്ത നാടക പ്രവർത്തകനായ KT രവിക്ക് സമർപ്പിക്കും. പുരുഷൻ കടലുണ്ടി MLA പൊന്നാട അണിയിക്കും. NE ബാലകൃഷ്ണൻ മാരാർ പ്രശസ്തി പത്രം നൽകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇംഹാൻസിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് അതിന്റേതായ പ്രാധാന്യം കൊടുക്കുന്നതാണ് സർക്കാരിന്റെ സമീപനമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ. മഹാശിവരാത്രി, ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്, പ്രത്യേക പൂജകളും സാംസ്കാരിക പരിപാടികളും. വാർത്തകളുടെ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.